അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ജാമ്യം കൊടുത്തു വിട്ടിരുന്നു. ചെയ്തിരുന്നു. അതിന്റെ കേസിൽ നമ്മൾ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ജാമ്യം കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് എവിടുന്നാ വിളിക്കുന്നത്? സാർ ഇത് പത്തനംതിട്ടന്നാണ് വിളിക്കുന്നത്. ഓക്കെ സാർ, താങ്ക് യു. ഹലോ ഗായ്സ്, ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. വേറൊന്നുമല്ല, നമ്മുടെ താത്ത ജാമ്യം എടുത്തു എന്ന് പറയുന്ന ആ ഒരു വോയിസ് കേൾപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നിങ്ങളെ കേൾപ്പിച്ചില്ലല്ലോ. അപ്പം അതിനുള്ള സാഹചര്യം താത്ത തന്നെ ഇപ്പോൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി നോക്കിയപ്പോൾ ഒരു കമൻറ്റ് കിടക്കുന്നവളുടെ അഹങ്കാരം എങ്ങനെയായാലും തീർത്തേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞു. അപ്പം എന്തായാലും തീർക്കുമെന്നല്ലേ നീ പറഞ്ഞേ? വരുന്നുണ്ടടി. എങ്ങനെ നീ ചിത കത്തിക്കുന്നേ? എൻ്റെ അച്ഛനും അമ്മയാണോ എൻ്റെ മക്കളാണോ ചിത കത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. എന്തായാലും നീ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്കൊരു 19 കോളിലും വന്നിട്ടുണ്ട്. 1 വയസ്സും 6 വയസ്സുമുള്ള പിള്ളേർ കഞ്ചാവ് പഠിക്കുന്നത് നീ പറഞ്ഞിട്ടുണ്ട്. നിന്നെ പോലെ എന്തായാലും ഞാൻ നിൻ്റെ നമ്പർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ടൊരു ചെറിയ വ്യത്യാസമുണ്ട് നീയും ഞാനും തമ്മിൽ. അത് അല്ലാതെ എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിൻ്റെ അത്രയും ലെവലിൽ താന്ന് വന്ന് ഞാൻ സംസാരിച്ചത്. പിന്നെ എൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഒരുത്തനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് എവിടെ നിന്നോ ഒരു രഞ്ജിത്ത് വിളിച്ചപ്പോഴത്തേക്ക് ഉടനെ എൻ്റെ ഹസ്ബൻഡാക്കി. തിരുവനന്തപുരത്ത് കിടക്കുന്ന ഏതോ ഒരു രഞ്ജിത്ത് വിളിച്ചപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡാക്കി നീ അങ്ങനെ തോന്നുമ്പോൾ ഹസ്ബൻഡിനെ മാറ്റുന്ന പോലെ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. ഹസ്ബൻഡ് എന്തായാലും എനിക്ക് സപ്പോർട്ടാണ്. ഫുൾ ഡീറ്റെയിൽസ് എല്ലാം അറിയാം. അതുകൊണ്ട് എനിക്ക് ഒരു ചുക്കുമില്ല. പണി കൊടുത്തോളാൻ പറഞ്ഞിട്ടുമുണ്ട്. കേസിൻ്റെ സ്റ്റേജ് എത്രയാണെന്ന് നിനക്കറിയണ്ടേ? 23-നാണ് ഹിയറിങ്. അപ്പോൾ അത് പെട്ടെന്ന് അവിടെ വരും. സെക്ഷൻസ് ഏതൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കിയാൽ മതി. നീ ഒന്നും കൊടുത്തിട്ടില്ലെന്ന് വിചാരിച്ചോ എൻ്റെ പൊന്നുമോള്? പേടിച്ച് മാറുമെന്ന് വിചാരിച്ചോ? ഇല്ല, പേടിച്ച് മാറത്തില്ല. ഞാൻ എൻ്റെ വഴിക്ക് എൻ്റെ കാര്യങ്ങളുമായി എൻ്റെ വീഡിയോസുമായിട്ട് പെയിൻറ്റിങ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ കിളിയുടെ കാര്യം ആയിക്കോട്ടെ, പിള്ളേരുടെ കാര്യം ആയിക്കോട്ടെ, അതുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ചൊറിഞ്ഞിരുന്നാലും